ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. ചെറിയൊരു യാത്രയിലാണ് ആകാശം മാളവും. സ്ഥലം മറ്റൊരിടോ അല്ല, അർജുൻ്റെ വീട് തന്നെ. ശ്രീധരനോടും സിന്ധുവിനോടും ആകാശ സ്ഥലം പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്ന ഒറ്റ വാക്കുമേലാണ് അവൻ കൊണ്ടുപോകുന്നത്. മാളു കാറിൽ കയറിയ നേരം മുതൽ ഒന്നും മിണ്ടാതെ ഒരു ഇരിപ്പാണ്. കരഞ്ഞു വീർത്ത കണ്ണുകളും ചുവന്ന് വീങ്ങിയ മുഖവും അവളിലെ വേദന എടുത്ത് കാണിക്കുന്നവയാണ്. ഇപ്പോഴും ആ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട്. അർജുൻ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്ന് അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എവിടെയായാലും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന സമാധാനം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ അതേ പ്രതീക്ഷയാണ് ഇന്ന് നഷ്ടമായത്. അതവളെ കൊണ്ട് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എന്തോ അത് കണ്ട ആകാശിന് വല്ലാത്ത നോവ് തോന്നി. ഈ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നലും. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ അവളെ പാടി നോക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും അറിയാതെ അവൾ ഉള്ളുടയുന്ന വേദനയിലാണ്. മാളു. ആകാശിൻ്റെ ആ വിളിയാണ് അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങളിൽ നിന്നും അവൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അവളൊരു ഞെട്ടലോട് അവനെ തിരിഞ്ഞു നോക്കി. ശേഷം താരതലപ്പിനാൽ കണ്ണുകൾ അമർത്തി തുടച്ചു. നമ്മൾ പോകുന്നത് ചെറിയ കാര്യത്തിനാണെന്ന് കരുതരുത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് പലതും മോഹിക്കുന്നതുമാകണമെന്നില്ല. അതിനി എന്തു തന്നെ ആയാലും ധൈര്യം വിടാതെ ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഏട്ടനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആൻറ്റിയെ കാണാനല്ലേ നമ്മൾ പോകുന്നത്, അല്ലാതെ വേറെ എന്ത് സംഭവിക്കാൻ അവിടെ? അത് ചോദിക്കുമ്പോൾ അവളിൽ നിറഞ്ഞു നിന്നത് സംശയമായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, എങ്കിലും താനൊന്ന് കരുതിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ എല്ലാം നടക്കണമെന്നില്ലല്ലോ. അല്പം ശബ്ദം താഴ്ത്തിയാണ് അവനത് പറഞ്ഞതെങ്കിലും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയായിരുന്നു മാളു. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അർജുൻ്റെ ആ വലിയ വീടിന് മുന്നിലായി കാറ് കൊണ്ട് നിർത്തി. ഗേറ്റിനുള്ളിൽ നിന്ന് സെക്യൂരിറ്റി കാര്യം തിരക്കി നിൽക്കുമ്പോഴാണ് മാധവ് അവിടേക്ക് വരുന്നത്. ശേഷം അവൻ തന്നെ അയാളെ കൊണ്ട് ഗേറ്റ് തുറപ്പിച്ച് അവരകത്തേക്ക് കയറ്റി. രണ്ടാളകത്തേക്ക് വാ. അവരിരുവരെയും നോക്കി മാധവ് അകത്തേക്ക് കയറുമ്പോൾ അവന് പിറകെ അകത്തേക്ക് കയറാൻ നിന്ന് ആകാശിൻ്റെ കയ്യിലായി മാളു പിടിച്ചു നിർത്തി. ആകാശ അമ്പരപ്പോട് അവിടെ നിന്ന് നോക്കി. നമുക്ക് എത്രയും വേഗം മടങ്ങി പോകണം, അത്രേ അവൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ഒഴുകാൻ വെമ്പി നിൽക്കുന്ന കണ്ണുനീരിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മാളു അകത്തേക്ക് കയറുമ്പോൾ ആകാശം അവൾ അനുഗമിച്ചു. ഉള്ളിലേക്ക് കയറുമ്പോൾ മാളു കണ്ടു ഹാളിലെ സോഫയിലിരിക്കുന്ന രാഗിയും അവർക്കടുത്തായി നിൽക്കുന്ന മാധവിനെയും. അകത്തേക്ക് വരുന്ന മാളുവിനെ കണ്ട് രാഗി വിടർന്ന കണ്ണുകളോട് വേഗത്തിൽ എഴുന്നേറ്റു. മാളുവിന് അവരുടെ അടുത്തേക്ക് പോകാൻ തന്നെ മടിയായിരുന്നു. മോളെ. രാഗി അവൾക്ക് അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ മാളു നിർവികാരത്തോടെ നിന്നതേ ഉള്ളൂ. നീ ഈ വീടിൻ്റെ പടിയിറങ്ങി പോകുമ്പോൾ നിസ്സഹായതയോടെ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ നീ വീണ്ടും വരുന്ന സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചതല്ല ഞാൻ. എന്താ നിന്നോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവർ നിറകണ്ണുകളോട് പറയുമ്പോൾ മാളവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആൻറ്റി. മാധവിൻ്റെ ആ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ രാഗി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. നിങ്ങളുടെ റൂമിൽ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്, പോയി അതൊന്ന് എടുത്തു നോക്ക്. എന്താ ഏതായെന്ന് എന്നോട് ചോദിക്കണ്ട, ചെല്ല് പോയി നോക്ക്. അത്രയും പറഞ്ഞ് രാഗി അവളെ നോക്കാതെ സോഫയിൽ തന്നെ ഇരിക്കുമ്പോൾ മാള് സംശയം നിറഞ്ഞ മുഖത്തോടെ എല്ലാവരെയും ഒന്ന് മാറി മാറി നോക്കി. താൻ പോയി അതെന്താന്ന് നോക്കിയിട്ട് വാ, ശേഷം നമുക്ക് ഇറങ്ങാം. അതിനൊരു മൂളലോടൊന്ന് തലയാട്ടിക്കൊണ്ട് മാളു വിറക്കുന്ന കാലുകളോട് മുകളിലേക്ക് കയറി. റൂമിലേക്ക് നടക്കുമ്പോൾ മാളുവിൻ്റെ ശരീരം ആകെ വിറക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം കൈകാലുകൾ തണുത്ത് മരവിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. എങ്ങനെയൊക്കെയോ റൂമിന് മുന്നിലെത്തുമ്പോൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ അവൾ നന്നേ പാടുപെട്ടു. എന്തിനു വേണ്ടി കണ്ണുകൾ നിറയുന്നു, ചുണ്ടുകൾ വിതുമ്പുന്നു. ഇടരച്ചിയുള്ള കാലുകളോട് അവൾ അകത്തേക്ക് കയറുമ്പോൾ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ അവൾ മുറുകെ പിടിച്ചു. ശൂന്യമായി കിടക്കുന്ന റൂമിൽ നിറഞ്ഞു നിന്നത് അവൻ്റെ ഗന്ധമായി. മാളൊന്ന് തേങ്ങിപ്പോയി. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവളൊന്ന് നിന്നു. കണ്ണുകൾ ആ റൂമിലൂടെ ആകെയൊന്ന് പാഞ്ഞു. ഒരു വേള അവളുടെ കണ്ണുകളൊന്ന് വികസിച്ചു. അമ്പരപ്പോടെ ആ കണ്ണുകൾ മുന്നിലൂടെ ചുറ്റും പാഞ്ഞു. മുൻപ് ആ റൂമിലെ വാളിൽ നിറഞ്ഞു നിന്നത് അർജുൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസ് ആണെങ്കിൽ ഇന്ന് അതേ സ്ഥാനത്തുള്ളത് അർജുനും മാളവികയും ഒന്നിച്ചുള്ള ചിത്രങ്ങളാണ്. മാളവികയ്ക്ക് എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. രാഗി പറഞ്ഞതുപോലെ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ലെറ്റർ കണ്ട് അവൾ വേഗത്തിൽ അതിൻ്റെ അടുത്തേക്ക് നടന്നു. ശേഷം വിറക്കുന്ന കൈകളോട് അതെടുത്ത് തുറന്നു നോക്കി. ആ അക്ഷരങ്ങളിലൂടെ അവളുടെ കണ്ണുകൾ മെല്ലെ ചലിച്ചു. വെൽക്കം ബാക്ക് ടു അവർ വേൾഡ്. ഞെട്ടലോടെ വികസിച്ചു പോയി അവളുടെ കണ്ണുകൾ. ആ പേപ്പർ പോലും അവളുടെ കയ്യിൽ നിന്ന് വിറവുകൊണ്ടു. വെൽക്കം ബാക്ക് മിസ്റ്റർ മാളവിക അർജുൻ. പിറകിൽ നിന്ന് കേട്ട ആ പരിക്കമാർന്ന ശബ്ദത്തിൽ വിറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ മാളു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടലോടെ തരിച്ചു നിന്നു. ഇനി കുറച്ച് ഫാസ്റ്റാണേ. പിൻതലയിൽ അനുഭവപ്പെട്ട മരവിപ്പിക്കുന്ന വേദനയിൽ മിഴികൾ പതിയെ തുറക്കുമ്പോൾ
അർജുൻ്റെ ശരീരമാകെ ഒരു വരിഞ്ഞു മുറുകുന്ന വേദനയായിരുന്നു. എങ്ങനെയൊക്കെയോ കണ്ണുകൾ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിലാണ് ആദ്യം അവൻ്റെ കണ്ണുകൾ വന്നുടക്കിയത്. ഒരു വേള അവൻ്റെ കണ്ണുകളൊന്ന് വികസിച്ചു പോയി. അങ്കിൾ. മുന്നിൽ നിൽക്കുന്ന ശിവദാസനെ കണ്ട അർജുൻ അത്ഭുതത്തോടെ വിളിക്കുമ്പോൾ അയാളുടെ മുഖം തീർത്തും വലിഞ്ഞു മുറുകിയിരുന്നു. അർജുൻ വേഗം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കഴിയാതെ അവൻ അവിടെ തന്നെ ഇരുന്നു പോയി. വേണ്ട അർജുൻ, നിന്നെ കൊണ്ട് കഴിയില്ല. ശിവദാസിന്റെ ആ വാക്കുകളിലാണ് അർജുൻ തന്നെ തന്നെ ഒന്ന് നോക്കുന്നത്. ഒരു വേള അവനിൽ ഞെട്ടലുളവായി. കൈ രണ്ടും പിറകിലേക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഇരിക്കുന്ന ചെയറും വയറിനോടൊപ്പം ചേർത്ത് കെട്ടിയിട്ടുണ്ട്. ഇടയ്ക്കെപ്പോഴോ തൻ്റെ തലയിൽ എന്തോ കെട്ടുള്ളതായും തോന്നി അവന്. പെട്ടെന്ന് അവൻ എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ധനുവിൻ്റെ ഹോട്ടലിൽ നിന്നും വന്ന ഫോൺ കോളിനെ തുടർന്ന് അവിടേക്ക് പുറപ്പെട്ടതാണ് അർജുൻ. കോളിൽ നിന്നും അറിഞ്ഞ വാർത്ത ആരൊക്കെയോ ധനുവുള്ള റൂമിലേക്ക് ഇടിച്ചു കയറി അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നും ഉള്ളിൽ നിന്നും അവളുടെ കരച്ചിൽ കേൾക്കുന്നെന്നും ഡോർ ലോക്ക് ചെയ്തത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതോടൊപ്പം പോലീസിൽ കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അർജുൻ ഓവർ സ്പീഡിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് ഹോട്ടലിൽ എത്തുന്നത്. ഒട്ടും സമയം കളയാതെ അവൻ ധനുവിൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ അടഞ്ഞു കിടക്കുന്ന ഡോറ് കണ്ട് അവൻ അതിശക്തമായി അതിലൊന്ന് തട്ടി. എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് ഡോർ ഓപ്പൺ ആകുമ്പോൾ ഒന്നും ചിന്തിക്കാതെ അവൻ അകത്തേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോൾ അർജുൻ കാണുന്നത് ടേബിളിൻ്റെ സൈഡിൽ കരഞ്ഞു തള്ളുന്ന രൂപത്തിൽ നിൽക്കുന്ന ശ്രീയാണ്. വാട്ട് ഹാപ്പൻ ശ്രീ? അവൻ അല്പം ടെൻഷനോട് അവൾക്ക് അരികിലേക്ക് നടക്കുമ്പോൾ ശ്രീ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കൊണ്ട് അവനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അവൾ പുറകിലേക്ക് നോക്കി പേടിയോടെ കരയുന്നുണ്ട്. അത് കണ്ട അർജുൻ സംശയത്തോടെ തിരിയാനായി ഒരുങ്ങും മുന്നേ അവൻ്റെ പിൻതലയിൽ ശക്തമായി എന്തോ പതിഞ്ഞിരുന്നു. അർജുൻ! ആ നിമിഷം ശ്രീയുടെ അലറിക്കരച്ചിൽ അവിടെ ഉയരുമ്പോൾ തലയിൽ കൈയമർത്തി അർജുൻ നിലത്തേക്ക് വീണുപോയി. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ കേട്ടതും ശ്രീയുടെ പൊട്ടിക്കരച്ചിലായിരുന്നു. എല്ലാം ഓർത്തെടുക്കവേ അർജുൻ ഞെട്ടലോടെയും സംശയത്തോടെയും ഇരുന്നു പോയി. പിന്നെ മുഖം മുന്നിൽ നിൽക്കുന്ന ശിവദാസന് നേരെ ഉയർത്തി. എന്തെങ്കിൽ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ശ്രീ, അവൾ എവിടെ? അവൻ തൻ്റെ കയ്യിൽ കെട്ടഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ശിവദാസ് അവനെ നോക്കി പൂച്ചത്തോടൊന്ന് ചിരിച്ചു. ഏത് ശ്രീ? അങ്ങനെ ഒരാളെ നിനക്ക് അറിയോ അർജുൻ? നീ അവളെ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോയതല്ലേ? അത് കേൾക്ക അർജുന് വല്ലാത്ത ദേഷ്യമാണ് വന്നത്. അങ്കിൾ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഞാനല്ലല്ലോ, അങ്കിളിൻ്റെ മകളല്ലേ എന്നെ തള്ളിക്കളഞ്ഞത്. അതിന് കൂട്ടുനിന്നത് അങ്കിൾ തന്നെയല്ലേ? എന്നെ ഒരു പട്ടിയെപ്പോലെ ഇറക്കി വിടുന്നത് നിങ്ങൾ തന്നെയല്ലേ? അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ അയാൾ നന്നായി ഒന്ന് തന്നെ പതറിപ്പോയി. പാസ്റ്റ് ഈസ് പാസ്റ്റ് അങ്കിൾ. പഴയതൊന്നും സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നോട് ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ? അങ്കിളാണോ ഹോട്ടലിൽ വെച്ച് എന്നെ? അത്രയും പറഞ്ഞവനൊന്ന് നിർത്തുമ്പോൾ ശിവദാസ് പൂച്ചത്തിലൊന്ന് ചിരിച്ചു. ഒരിക്കലും നീയും നിന്റെ തന്തയും എന്നോടും എൻ്റെ കുഞ്ഞിനോടും കുടുംബത്തിനോടും കാണിച്ചത് മറക്കാൻ ശ്രമിച്ചവനായി ഞാൻ. പക്ഷെ വീണ്ടും വീണ്ടും എൻ്റെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ നടക്കുന്ന നിന്നെയൊക്കെ വെറുതെ വിടില്ല ഞാൻ. നിന്നെ സ്നേഹിച്ചു പോയതിൽ സ്വന്തം മാനം പോലും നഷ്ടം വന്നതാ എൻ്റെ മകൾക്ക്. എന്നിട്ട് നിന്നോടൊരു ദേഷ്യവും ഞാൻ കാണിച്ചില്ല. ഇവതാ വീണ്ടും അവൾക്ക്. ഇടർച്ചയോട് അത്രയും പറഞ്ഞുകൊണ്ട് അയാളൊന്ന് നിർത്തുമ്പോൾ ഞെട്ടിലോടെ തറഞ്ഞു നിന്നുപോയി അർജുൻ. ഇതിന് നിനക്ക് മാപ്പില്ല അർജുൻ. നീ ഒറ്റൊരുത്തിന് കാരണ നിന്റെ തന്തൻ്റെ മോളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രൂശിക്കുന്നത്. അത് നിന്നെ സ്നേഹിച്ച കുറ്റത്തിന്. ഇനി നിങ്ങൾക്ക് മാപ്പില്ല. ശിവദാസിന്റെ യഥാർത്ഥ മുഖം നീയും നിന്റെ അച്ഛനും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അനുഭവിപ്പിക്കും ഞാൻ. ഒരിക്കലും നീ നിന്റെ മറ്റവളുടെ കൂടെ ഇനി ജീവിക്കില്ല അർജുൻ. ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേഷ്യം കൊണ്ട് മൂർച്ഛിക്കുന്ന അയാളുടെ വാക്കുകൾ ആ റൂമിലാകെ മുഴങ്ങി കേൾക്കുകയായിരുന്നു. അയാൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും ആ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നതൊന്നും അർജുൻ അറിയുന്നുണ്ടായിരുന്നില്ല. തലച്ചോറിൽ പോലും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് വാക്കുകളായിരുന്നു. നിന്നെ സ്നേഹിച്ചു പോയതിൽ സ്വന്തം മാനം പോലും നഷ്ടപ്പെട്ടു വന്നത് എൻ്റെ മകൾക്കെന്ന്. കണ്ണുകൾ അമർത്തി അടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ആ വാക്കുകൾ മാത്രമായിരുന്നു. മാളവിൻ്റെ മുഖം അർജുൻ്റെ മുഖത്ത് തന്നെ തറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല. മാളവും നിശ്വസിച്ചുകൊണ്ട് ദൃഷ്ടി വേറെങ്ങോ പായിച്ചു. പിന്നെയുള്ള ഓരോ രാവും പകലും ഞാൻ ആ റൂമിൽ തന്നെയായിരുന്നു. രക്ഷപ്പെടാൻ വഴികൾ പലതും നോക്കിയെങ്കിലും അതിനൊന്നും എന്നെ കൊണ്ട് സാധിച്ചില്ല. എൻ്റെ ഫോൺ പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. 1-2 തവണ അങ്കിളിനെ മാത്രം കണ്ടതല്ലാതെ ആൻറ്റിയെയോ ശ്രീയോ എനിക്ക് കാണാൻ സാധിച്ചില്ല. എന്നാൽ ഏകദേശം 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ അവൾ വന്നു എൻ്റെ അടുത്തേക്ക്. അത് കേൾക്കെ പെട്ടെന്ന് മാളുവിൻ്റെ കണ്ണുകൾ അർജുൻ നേർക്ക് പാഞ്ഞു. തൻ്റെ ഹൃദയം പോലും അകാരണമായി മിടിക്കുന്നതായി തോന്നി അവൾക്ക്. കേൾക്കാൻ പാടില്ലാത്തതെന്തോ ഇനി താൻ കേൾക്കുമെന്നതുപോലെ. തനിക്കടുത്തേക്ക് ഡ്രസ്സിയോടെ നടന്നെടുക്കുന്നവൾ അർജുൻ രൂക്ഷമായി നോക്കി.
എന്നാൽ അവളുടെ രൂപവും ഭാവവും അവനിൽ സംശയത്തിൻ്റെ കണികകൾ പാകുമ്പോൾ ആ കണ്ണുകളൊന്ന് ചുരുങ്ങി. ക്ഷീണിച്ച് മെലിഞ്ഞുണങ്ങിയ ശരീരം, കണ്ണുകൾ കറുത്തിരണ്ട് കുഴിഞ്ഞുപോയി. എണ്ണ തേക്കാ തലസമായി പാറിപ്പടക്കുന്ന മുടികൾ. മുന്നിൽ നിൽക്കുന്നത് ഒരു വേള ശ്രീയല്ലെന്ന് തോന്നിപ്പോയി അവന്. അർജുനിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് ധനുവിൻ്റെ അരികിലായി വന്നിരിക്കുമ്പോൾ അർജുൻ അവളെ മിടിച്ചിമ്മാതെ നോക്കി. നിറഞ്ഞു വരുന്ന കണ്ണുകൾ തന്നോട് എന്തൊക്കെയോ പറയാൻ കൊതിക്കുന്ന പോലെ തോന്നിയവന്. ശ്രീ. ഏതോ ഒരു നിമിഷം അവരിൽ നിന്നും ആ വിളി ഉയരുമ്പോൾ ധനു തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു. ശേഷം തുറന്നവളുടെ മിഴികൾ രക്തവർണ്ണമായിരുന്നു. ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് അർജുൻ. മുറുകിയ അവളുടെ ആ സ്വരത്തിൽ അർജുൻ്റെ മുഖം എല്ലാം മാറി. നിന്നെ സ്നേഹിച്ചിരുന്ന ധനുശ്രീ മരണപ്പെട്ടു. ഇപ്പൊ നിന്നെ മുന്നിൽ കാണുന്നത് അവളുടെ മരവിച്ച വെറും ശരീരം മാത്ര. ശ്രീ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? നീയും അങ്കിളൊക്കെ എന്താ എന്നോട് ഇങ്ങനെ കുറ്റവാളിയെ പോലെ ബിഹേവ് ചെയ്യുന്നത്? അവൻ്റെ ആ ചോദ്യങ്ങൾക്ക് പുച്ഛത്തോടൊരു ചിരിയായിരുന്നു അവളുടെ മറുപടി. എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല അർജുൻ, ഇപ്പൊ ഞാൻ വന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റു. ശേഷം അവൻ്റെ കയ്യിലെ കെട്ടുകൾ സാവധാനം അടിച്ചു മാറ്റി അർജുൻ സ്വതന്ത്രമായ തൻ്റെ കൈകളിൽ നിന്ന് കുണഞ്ഞുകൊണ്ട് സ്ത്രീക്ക് നേരെ തിരിഞ്ഞു. അച്ഛൻ ഇവിടെ ഇപ്പം ഇല്ല. എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. വരുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് പോകണം. ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് പോയി രക്ഷപ്പെട്. അവനെ നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ അർജുൻ വേഗം ധനുവിൻ്റെ കൈകളിൽ പിടിച്ചു നിർത്തി. അവളൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എനിക്കിവിടുന്ന് പോയേ മതിയാകൂ. പക്ഷെ അതിനു മുന്നേ നിന്നിൽ നിന്നും എനിക്ക് കുറച്ച് അധിക കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനൊക്കെ നീ മറുപടി തന്നാ ഞാൻ പോയിക്കോളാം. വാക്കുകളിൽ ഗൗരവം നിറച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ധനു അവനെ ദേഷ്യത്തിലൊന്ന് നോക്കിക്കൊണ്ട് തൻ്റെ കൈകൾ അവനിൽ നിന്ന് വലിച്ചെടുത്തു. എനിക്കാരോടൊന്നും സംസാരിക്കാനില്ല അർജുൻ. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാതെ ഇറങ്ങി പോകുന്നുണ്ടോ? ആ റൂമിനെ പോലും വിറപ്പിച്ചുകൊണ്ട് അവളുടെ അലർച്ച അവിടെ മുഴങ്ങുമ്പോൾ അർജുനിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, തൻ്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പിന്നോട്ട് പോകില്ലെന്നൊരു വാശി കൂടെയായിരുന്നു ആ മുഖത്ത്. നീ എന്തൊക്കെ പ്രഹസനം കാണിച്ചാലും എൻ്റെ ഡിസിഷനിൽ ഒരു മാറ്റമല്ല ശ്രീ. എനിക്കറിയാനുള്ളത് അറിയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. നിനക്ക് എന്താ അർജുന അറിയേണ്ടത്? ചോദിക്ക്, ഞാൻ പറയാം. പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ ഒരു വേള അർജുൻ്റെ ശ്രദ്ധ അവിടേക്കായി. മുന്നിൽ നിൽക്കുന്ന പവിത്രയെ കണ്ട് അർജുൻ ഒരു നിമിഷം നിശബ്ദമായി. അമ്മ എന്തിനാ ഇപ്പം ഇവിടേക്ക് വന്നത്? പുറത്തേക്ക് പോ. നിമിഷ നേരം കൊണ്ട് സ്ത്രീ അവർക്ക് അരികിലേക്ക് പാഞ്ഞ് അല്പം ദേഷ്യത്തിൽ അത് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളിലും ഒരു നിമിഷം ദേഷ്യം നിറഞ്ഞു. ഞങ്ങളുടെ ഏക മകളാ നീ. സർവേശ്വരൻ ആണായും പെണ്ണായും തന്ന ഒരേ ഒരു നിധി. ആ മോള ഈ നെല്ലാം നഷ്ടപ്പെട്ട പോലെ കൺമുന്നിൽ ഈ തകർന്ന് നിൽക്കുന്നത്. സൈക്കിളൊരു അച്ഛനമ്മക്കും ഒരു തവണയല്ല, പല തവണയാ നിന്നെ ഈ രൂപത്തിൽ ഞങ്ങൾക്ക് കാണേണ്ടി വന്നത്. അതും ഇവൻ കാരണം. അത് പറയുന്നതിനൊപ്പം പവിത്രയുടെ കൈകൾ അർജുൻ നേരെ ചൂണ്ടുമ്പോൾ നേരിയൊരു ഞെട്ടൽ തോന്നാതിരുന്നില്ല അവന്. അതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പരസ്പരം കണ്ടു തുടങ്ങിയതിൽ പിന്നെ എൻ്റെ അമ്മയുടെ അതേ സ്ഥാനം തന്നെയായി ഈ മനസ്സിൽ ആൻറ്റിക്കുള്ളത്. സ്ത്രീയെ സ്നേഹിച്ചു തുടങ്ങിയതിൽ പിന്നെ അതിൻ്റെ ആഴം കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ എങ്ങനെ ഇവളുടെ ജീവിതം തകർത്തു എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവളല്ലേ ഈ എന്നെ തള്ളി പറഞ്ഞത്? അതിൻ്റെ കാരണം പോലും ഈ നിമിഷം വരെ എനിക്ക് അറിയില്ല. അറിയാൻ ശ്രമിച്ചിരുന്നു ഒരുപാട്. പക്ഷേ തോൽവിയായിരുന്നു ഫലം. ഞാൻ വന്നതല്ലേ ഇവൾക്ക് വേണ്ടി ഇവിടെ. എന്നിട്ട് നിങ്ങളോ ഇവളോ ഒരു ദൈവവും കാട്ടില്ല എന്നോട്. എന്നിട്ടിപ്പോൾ ഞാൻ കാരണം ഇവളുടെ ജീവിതം നശിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിലെന്തർത്ഥമാണുള്ളത്? മൂർച്ഛിച്ച അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ സ്ത്രീയുടെ കണ്ണുകൾ പല ഓർമ്മകളിലും നിറഞ്ഞൊഴുകി. എത്രയൊക്കെ തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞാലും സ്വന്തം മാനം നഷ്ടം വന്ന് കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും ഇങ്ങനെ പെരുമാറും അർജുൻ. അതെ എൻ്റെ മോൾ ചെയ്തുള്ളൂ. വീണ്ടും വീണ്ടും അതേ വാക്കുകൾ അവൻ്റെ കാതിൽ പതിയുമ്പോൾ ഇത്തവണ ഞെട്ടിലായിരുന്നില്ല, ദേഷ്യമായി അവന്. ശരിയാ, എൻ്റെ ഭാഗ്യത്തിൽ നിന്നൊരു തെറ്റുപറ്റി. സ്വയം ന്യായീകരിക്കുന്നതല്ലെങ്കിലും മനഃപൂർവ്വം സംഭവിച്ചതല്ലത്. അറിയാതെ സംഭവിച്ചു പോയൊരു തെറ്റ്. പക്ഷേ അതിന് തെറ്റ് ചെയ്തത് നീ അല്ല അർജുൻ. അത്രയും നേരം മൗനം പാലിച്ചു നിന്ന സ്ത്രീയിൽ നിന്നും തുറന്ന ആ വാക്കുകളിൽ അർജുൻ ഞെട്ടലോട് അവളെ നോക്കി. എന്താ നീ പറഞ്ഞേ? അവൻ അവളെ സംശയത്തോടെ ഉറ്റുനോക്കി. അതെ അർജുൻ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ ഉള്ളിലുള്ളത് അന്ന് ആ ഹോട്ടൽ റൂമിൽ വെച്ച് നമുക്കിടയിലുണ്ടായ ഇൻസിഡന്റ് ആണെങ്കിൽ ആ രാത്രി നമുക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞെട്ടലോടൊപ്പം ദേഷ്യവും വന്നു നിറഞ്ഞ അവൻ്റെ മുഖത്ത്. അതിൻ്റെ ഫലമെന്നോണം അവൻ്റെ കൈകൾ നിമിഷ നേരം കൊണ്ട് അവിടെ ഇരു കവിളിലും അമർന്നു മുറുക്കി. വീണ്ടും വീണ്ടും നീ എന്നെ പൂളാക്കുവല്ലേ? എന്തിനാ അന്ന് അങ്ങനെ ഒരു ഡ്രാമ എനിക്ക് മുന്നിൽ ഓടി തീർത്തത്? പറയടി. ഉച്ചത്തിൽ അലറുന്നതിനൊപ്പം അവൻ്റെ കൈകൾ കൂടെ അവളിൽ കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു.
അർജുൻ്റെ അച്ഛൻ പറഞ്ഞിട്ട്. അവളുടെ ആ വെളിപ്പെടുത്തലിൽ ഞെട്ടലോട് അകന്ന് മാറിപ്പോയി അർജുൻ. അവിശ്വസനീയതയായിരുന്നു ആ നേരം അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്ന ഭാവം.